ഒറ്റപ്പാലം സുഡിയോയില് ഓഫർ വന്നതിന് പ്രമാണിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും സുഡിയോയ്ക്ക് പോവാന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ ബസ് കയറി ഒറ്റപ്പാലെത്തി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ സുഡിയോയ്ക്ക് നേരെ നടന്നുട്ടാ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ വേറൊരു കടയിലും കൂടെ കയറി. അച്ചുവിന് സ്റ്റോൺ മേടിക്കണം പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ കടയിൽ കയറി. പണ്ട് ഞങ്ങൾ IT പഠിക്കുന്ന സമയത്ത് സ്റ്റോണും മറ്റ് എംബ്രോയിഡറി സാധനങ്ങളും ഇവിടെ നിന്നായിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്തത്. സാധനങ്ങൾ മേടിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുത്തെ മാമാനെയൊക്കെ നല്ല പരിചയമാണ്. ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഡിസ്കൗണ്ടിന് തരുമായിരുന്നു. പിന്നെ അച്ചുവിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വേഗം തന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഒറ്റപ്പാലം സുഡിയോ പോവുകയാണെങ്കിൽ നടക്കാറാണ് പതിവ്, ബസ്സൊന്നും പിടിക്കാറില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു പോയപ്പോൾ ദാ ഈ ഒരു കട കണ്ടു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വേഗം കടൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ പ്രൈസ് നമുക്ക് അഫോർഡബിൾ അല്ല. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സ്ലൈഡൊക്കെ ഇങ്ങനെ നോക്കി. നമ്മുടെ ബഡ്ജറ്റ് കമ്മി ചെയ്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ സുഡിയോ ലക്ഷ്യം വെച്ച് സുഡിയോയിലെത്തി. അവിടെ ഹാങ്ങറിൽ തൂക്കിയിട്ട് ഒരുപാട് ടോപ്പുകളൊക്കെ ഞാൻ കുറേ ശ്രദ്ധിച്ചു. നമുക്ക് ജീൻസിലൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടോപ്പുകളൊക്കെ ഞാൻ അവിടെ കുറേ കണ്ടുട്ടാ. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ ക്രോപ്പ് ടോപ്പിൻ്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇത്രയധികം സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഓഫറും ഉണ്ടായിരുന്നില്ല. ഇതേ ഈ കാണുന്ന ക്രോപ്പ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ അതിൽ വന്ന ഓഫറും ചെക്ക് ചെയ്തു കേട്ടാ. ശരിക്കും പറഞ്ഞ പാൻസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന മസ്റ്റായിട്ട് കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും സെക്ഷനിൽ കയറി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇവിടത്തെ ജെൻസിൻ്റെ ഷോർട്ട്സ് അടിപൊളിയായിട്ടാ. ഇവിടെ വന്നാൽ ഞാൻ ആദ്യം അതാണ് നോക്കുക. പിന്നെ ഞങ്ങൾ കിഡ്സിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടാ. ഈ കാണുന്ന ടോപ്പ് അത് സൂപ്പറായിട്ടുണ്ട്, ഒരു പഫി ടോപ്പ്. പിന്നെ ക്രോപ്പ് ടോപ്പ് വലിയ കാര്യത്തിൽ എടുക്കുന്നൊക്കെ പറഞ്ഞ് കിഡ്സ് വെയർ കണ്ടപ്പോൾ അവൾ അതിൻ്റെ പുറകെയായി. അത് മാത്രമല്ല ഈ കിഡ്സ് വെയർ അവൾക്ക് നന്നായി ചേരുന്നുണ്ട് ഗായ്സ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴോട്ട് തന്നെ പോയിട്ടാ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഡമ്മി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് വേറെ ഇത് കൊടുത്തിരിക്കുന്ന ഡ്രസ്സും നന്നായിട്ടുണ്ട്, നല്ല ലുക്കായിട്ടൊരു ഡമ്മി. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ക്ലിപ്സ് ഒക്കെ ഞങ്ങൾ നോക്കാൻ വേണ്ടി പോയിട്ടോ. ടിപ്സ്, ക്രാബ്, ബണ്ണ്, അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങള് ലിപ്സ്റ്റിക്കിന്റെ ആ ഭാഗത്തേക്ക് പോയി. അവിടെ ഓഫറിലിട്ടിരിക്കുന്ന കുറെ ലിപ്സ്റ്റിക് ഒക്കെ ഞങ്ങൾ എടുത്ത് നോക്കി. സത്യം പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് മേടിക്കാനായിരുന്നു ഞാൻ ശരിക്കും സ്റ്റുഡിയോയിലോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ലിപ്സ്റ്റിക് മാത്രമല്ല അവിടെയുള്ള എല്ലാം എടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഈ ബ്ലൂ കളറ് നന്നായിട്ടുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും നമുക്ക് മേടിക്കാൻ ഉദ്ദേശമില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് കുറച്ച് അപ്പുറത്തുള്ള ലിപ്സ്റ്റിക്കിൻ്റെ അടുത്തേക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ലിപ്സ്റ്റിക്ക് വെറുതെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അത് എനിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇന്ന് കുറേ നേരം തപ്പി. പിന്നെ ഇതേപോലത്തെ ഷെയ്ഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നോക്കിയത്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതല്ല ആ ഷെയ്ഡ്. പിന്നെ ഞാനിതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇവർക്ക് ഇതൊക്കെ എടുത്തൊന്ന് ഓഫറിൽ ഇട്ടൂടെ, ഇതൊക്കെ അല്ലേ ഓഫറിലിടേണ്ടത്. പിന്നെ വില ഇതൊക്കെ തന്നെയാന്ന് മനസ്സിലാക്കി ഞാൻ വേഗം അവിടെ നിന്ന് മാറി. അവിടെ തൂക്കിയിട്ടിരിക്കണ കുറേ ചെരുപ്പുകളൊക്കെ നോക്കി നിന്നുട്ടാ. മേടിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലും വെറുതെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. അപ്പോഴത്തേനും സമയം 1 മണി കഴിഞ്ഞു കേട്ടാ. ഞങ്ങളെ വേഗം ഒരു ബസ് പിടിച്ച് തിരിച്ച് ഒറ്റപ്പാലം എത്തി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ പപ്സൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ ഇന്നത്തെ വിശേഷം.